എല്ലാ വർഷവും പുൽക്കൂട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ടൊക്കെ ക്രിസ്മസ് വെക്കേഷൻ ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. ഒരു 20-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ക്ലാസ് അടയ്ക്കും. പിന്നെ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പിള്ളേർ തമ്മിൽ ഭയങ്കര മത്സരമാണ്. ഈ റെയിൽവേ പാളത്തിൻ്റെ അടുത്ത് ഇഞ്ചപ്പുല്ല് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ കട ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മത്സരമാണ് അത് വെട്ടിയെടുക്കാൻ. അത് വെട്ടിക്കൊണ്ടുവന്ന് ചീകി ഒതുക്കി അത് വെച്ചിട്ടാണ് മേൽക്കൂരയൊക്കെ മേഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ താഴെ വിരിക്കാൻ വേണ്ടിയിട്ട് വൈക്കോല്, പശുവുള്ള വീട്ടിലൊക്കെ ചെന്നിട്ട് അവരോട് ചോദിക്കും കുറച്ച് വൈക്കോല് തരുമെന്ന്. അത് വെച്ചിട്ടാണ് താഴെയൊക്കെ മേഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇഞ്ചപ്പുല്ലൊന്നും തീരെ കിട്ടാനില്ല. വൈക്കോലാണെങ്കിലും നമ്മൾ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. മുകളിൽ വിരിക്കാനും താഴെയൊക്കെ വിരിക്കാനും വൈക്കോല് കടയിൽ നിന്നാണ് മേടിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത്ര ക്രേസ് ഉണ്ടോ പുൽക്കൂട് ഉണ്ടാക്കാനൊന്നും അറിഞ്ഞൂടാ. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പുൽക്കൂട് ഉണ്ടാക്കാൻ. അതുപോലെ ഞങ്ങളെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് പുൽക്കൂട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്റ്റാർ ഇടണതായാലും ഇലക്ട്രിക്കൽ വർക്കൊക്കെ അപ്പച്ചൻ ചെയ്തു തരും. പിന്നെ തേന മുളപ്പിക്കുന്നതൊക്കെ അമ്മിച്ച് ചെയ്തു തരും. പിന്നെ പിള്ളേരാണെങ്കിലും അവർ യൂട്യൂബിൽ നോക്കി പുതിയ പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ പേപ്പറും കൊണ്ട് എങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരാണ് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പം ഞങ്ങൾക്കൊരു കൂട്ടായ്മയുടെ അനുഭവമുണ്ട് പുൽക്കൂട് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. താങ്ക് യു.